നമസ്തേ. ISROയുടെ ചരിത്ര ദൗത്യത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ISROയും ഓരോ ഭാരതീയനും കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ 6:23 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയരുന്നത് ഭാരതത്തിന്റെ 100ാമത്തെ വിക്ഷേപണ ദൗത്യം. GSLV F-15 റോക്കറ്റ് മേഘപാളികൾക്കിടയിലൂടെ ബഹിരാകാശത്തേക്ക് കുതിക്കുമ്പോൾ രചിക്കപ്പെടുന്നത് പുതുചരിത്രം. വിക്ഷേപണ തറയിലേക്ക് സൈക്കിളിന്റെ കാരിയറിൽ കെട്ടിവെച്ച് കൊണ്ടുപോയ സൗണ്ടിംഗ് റോക്കറ്റുകൾ മുതൽ വൻ ഭാരം വഹിക്കാൻ ശേഷിയുള്ള GSLVയും PSLVയും ഭാരതത്തിലെ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നും പറന്നുയർന്നു. വിവിധ രാഷ്ട്രങ്ങൾ തങ്ങളുടെ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഭാരതത്തെ ആശ്രയിക്കുന്നു. ചന്ദ്രനെ തൊട്ട് സൗരനിരീക്ഷണ ഉപഗ്രഹം ഉൾപ്പെടെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് വിജയഗാഥകൾ രചിക്കുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. വൻ വിജയമായ സ്പെയ്ഡെക്സ് പരീക്ഷണം ദിവസങ്ങൾക്ക് മുമ്പാണ് ISRO യാഥാർത്ഥ്യമാക്കിയത്. വിശാലമായ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ശക്തി പകരുന്നതാണ് 100ാം വിക്ഷേപണം നൽകുന്ന ആത്മവിശ്വാസം. ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയം, ചന്ദ്രനിൽ ഇറങ്ങുന്ന ഭാരതത്തിന്റെ സ്വന്തം ദൗത്യം, ഇങ്ങനെ ലക്ഷ്യങ്ങൾ ഏറെയുണ്ട് മുന്നിൽ. 100ാം വിക്ഷേപണം തുറന്നു തരുന്ന അവസരങ്ങൾ നിരവധിയാണ്, പ്രതീക്ഷകൾ അതിലേറെയുമാണ്. സ്വാഗതം. 100 ആൻഡ് കൗണ്ടിങ്, ശത വന്ദനം. നമുക്കൊപ്പം ഇപ്പോൾ ഐസൻ ജോസ് ചേരുന്നുണ്ട്. 7 മണി മുതൽ നമ്പി നാരായണൻ എന്ന വിഖ്യാത ബഹിരാകാശ ശാസ്ത്രജ്ഞനും ചേരും. സ്വാഗതം ഒരിക്കൽ കൂടി പ്രത്യേക പരിപാടിയിലേക്ക്. ഐസൻ ജോസ്, 100ാമത്തെ വിക്ഷേപണം, 100 നോട്ട് ഔട്ട്, സെഞ്ചുറി എന്നൊക്കെ പറയാം. പക്ഷേ അതിനൊക്കെ അപ്പുറം, കേവലം അക്കങ്ങൾക്കപ്പുറം ഈ ദൗത്യത്തിൻ്റെ പ്രാധാന്യം, പ്രസക്തി. തീർച്ചയായും ആ ദൗത്യത്തിന് തനിച്ചും അതുപോലെ തന്നെ ആ ദൗത്യത്തിൻ്റെ 100ാം ദൗത്യത്തിൻ്റെ പ്രത്യേകതകളും ഏറെ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സൈക്കിളിൻ്റെ കാരിയറിൽ റോക്കറ്റ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ മുഴുവൻ കണ്ടതാണ്, ഈ ലോകം മുഴുവൻ കണ്ടതാണ്. ഇന്ന് വൻ റോക്കറ്റുകൾ, അതായത് 8 നില ഉയരമൊക്കെയുള്ള PSLV റോക്കറ്റുകളാണ് അതേ ഓർഗനൈസേഷനിൽ നിന്നും വിക്ഷേപിക്കപ്പെടുന്നത്. വൻ ഭാരമുള്ള സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കപ്പെടുന്നു, വലിയ തോതിലുള്ള വിജയങ്ങൾ കൈവരുന്നു. ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ചന്ദ്രൻ ലേക്ക് പോകുന്നു, ലാഗ്രാഞ്ചിയൻ പോയിന്റിലേക്ക് എത്തുന്നു. അത്തരത്തിൽ വിശാലമായൊരു വിജയഗാഥയുടെ ചരിത്രം തന്നെ എഴുതിയതിന് ശേഷമാണ് ഈ 100ാമത്തെ ദൗത്യത്തിലെത്തി നിൽക്കുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. 100ാമത്തെ ദൗത്യത്തിലെത്തുമ്പോൾ നേട്ടങ്ങളുടെ പരമ്പര തന്നെ നമുക്ക് എടുത്തു പറയാനുണ്ട്. അതിൽ ഒന്നാമത് ചന്ദ്രനിലെ സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു. പിന്നീട് സൗരനിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണമായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ നടപ്പിലായ നമ്മളൊക്കെ ആവേശത്തോടെ കണ്ട സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായിരുന്നു. ഇതിന് ശേഷം വരുന്ന ഈ വിക്ഷേപണം, അതായത് 100ാം വിക്ഷേപണം, NSV-2 എന്ന് പറയുന്ന ആ സാറ്റലൈറ്റിൻ്റെ വിക്ഷേപണം ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ഭാരതത്തിൻ്റെ സ്വന്തം GPS-ലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ നമ്മൾ GPS-നെ ആശ്രയിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഭൂമി മുഴുവൻ കവർ ചെയ്യുന്ന ഒരു പൊസിഷനിങ് സിസ്റ്റത്തിന് വേണ്ടി ഭാരതം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. വൈകാതെ തന്നെ ഭാരതം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിലും അഡ്വാൻസ് ചെയ്യും, അല്ലെങ്കിൽ അത് ആ നേട്ടം കൂടി കൈവരിക്കുമെന്നതിനെ തെളിവായി മാറുന്ന റീജിയണൽ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാറ്റലൈറ്റാണ് നാളെ വിക്ഷേപിക്കുന്നത്. ആ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റിന് ഏറെ വിശേഷതകളുണ്ട്, സവിശേഷതകളേറെയുണ്ട്. ദീർഘകാലം പ്രവർത്തിക്കുന്ന ഒരു സാറ്റലൈറ്റാണ്. അതുപോലെ മറ്റ് സാറ്റലൈറ്റുകളെയൊക്കെ അപേക്ഷിച്ച് ഇരട്ടിയോളം അതിൻ്റെ ജീവിതകാലമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന കാലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. അതിൽ 2 വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്നു. അതൊന്ന് നാവിഗേഷൻ വിഭാഗവും ഒന്ന് റേഞ്ചിങ് വിഭാഗവുമാണ്. ഈ നാവിഗേഷൻ വിഭാഗം കൃത്യമായി ഭൂമിയുടെ ഓരോ ഘടകങ്ങൾ, ഓരോ പ്രദേശങ്ങളെ അളന്ന് കൃത്യമായി തിട്ടപ്പെടുത്തുമ്പോൾ അതിനുള്ളിലുള്ള, അതായത് ആ പ്രദേശത്തുള്ള ചലിക്കുന്ന വസ്തുക്കൾ, ഒരു കപ്പലാകാം അല്ലെങ്കിൽ വിമാനമാകാം, അത്തരത്തിലുള്ള സംവിധാനങ്ങളാകാം, ആ സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി മൂവ് ചെയ്യുന്ന ദിശ, അതിൻ്റെ റേഞ്ച്, അതുപോലെ അതിൻ്റെ സ്പീഡ്, ഇതെല്ലാം തന്നെ കൃത്യമായി കണക്കാക്കാൻ സാധിക്കുന്നു. 2 ഘടകങ്ങളായി, അതായത് ഒരു സിവിലിയൻ യൂസിനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ മിലിറ്ററി യൂസിനുള്ള എക്സ്ക്ലൂസീവായ വളരെ സ്വകാര്യ സ്വഭാവമുള്ള ഡാറ്റകളും ലഭ്യമാകുന്ന ഈ GPS സംവിധാനത്തിന് സമാനമായ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം, അതാണ് ഈ സാറ്റലൈറ്റ് ഉറപ്പ് നൽകുന്നത്. നമുക്കറിയാവുന്നതാണ്, വിമാനത്തിൽ പോലും വൈഫൈ ഉപയോഗിക്കാവുന്ന സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിനൊക്കെ കൃത്യമായ ശക്തിയായി മാറാവുന്ന ഒരു വിക്ഷേപണമാണ് നാളെ നടക്കാനിരിക്കുന്ന വിക്ഷേപണം. GSLV F-15 എന്ന് പറയുന്ന ആ വലിയ റോക്കറ്റ്, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഭീമാകാരനായ ഒരു റോക്കറ്റിൻ്റെ സാധ്യതകളെയും പരീക്ഷിച്ചുറപ്പിക്കുന്ന അവസാനത്തെ ഒരു പരീക്ഷണം കൂടിയായി നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും. പ്രദീപ്. ഐസൻ, 100ാം വിക്ഷേപണം അങ്ങ് പറഞ്ഞു NVS-02. അപ്പോൾ 01-ൻ്റെ ലോഞ്ച് കഴിഞ്ഞു, ഇനി 3 കൂടി.
ഈ കോൺസ്റ്റലേഷൻ എന്ന് ടെക്നിക്കലി വിളിക്കുന്ന ഈ കൂട്ടം ഈ 5 ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ച് കഴിയുമ്പോൾ അതുണ്ടാക്കുന്ന മാറ്റം എന്താണ്? അതായത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നാം മുമ്പ് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ കാലാവധി അല്ലെങ്കിൽ ആയുസ് കഴിയുന്നു. ഇനി പുതുതലമുറ ഉപഗ്രഹങ്ങൾ, അതിലേറ്റവും പ്രധാനം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നാവിഗേഷൻ സാധ്യമാകുന്ന നമ്മുടേതായ റോക്കറ്റുകൾ, അതിനും അപ്പുറം ഭാരതത്തിൻ്റെ സമയം ഭാരതം തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയല്ലേ? കാര്യം ഈ അറ്റോമിക് ക്ലോക്കുകൾ ഈ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്നതോടുകൂടി പല ഗാഡ്ജറ്റ്സിൽ വരുന്ന സമയം ഏകീകൃതമാകുന്നു, അത് കൂടുതൽ ആക്യുറേറ്റ് ആകുന്നു. ഒപ്പം 100 മില്യൺ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു സെക്കൻഡ് നഷ്ടപ്പെടുന്ന ആറ്റോമിക് ക്ലോക്കുകൾ എല്ലാ അർത്ഥത്തിലും പരസഹായമില്ലാതെ ഭാരതം സ്വന്തം കാലിൽ നിൽക്കുന്നു. ആലങ്കാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ സമയം, ടൈം, ഭാരതത്തിൻ്റെ സമയം ഭാരതം തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അല്ലേ? തീർച്ചയായും പ്രദീപ്, നമ്മളിപ്പോൾ ഗ്രീനിച്ച് മീൻ ടൈമിനെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഘടകമായി കൊണ്ട് നിൽക്കുന്ന ആ രീതിയിൽ നിന്നും കുറെ കൂടി കൃത്യതയാർന്ന ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ സമയ നിഗമനങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിന് പ്രയോജനപ്പെടുത്തുന്ന റുബീഡിയം ആറ്റമിക് ക്ലോക്ക് അത്രയും അത്യാധുനികമായ, നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ആ സങ്കീർണമായ കണക്ക്, അത് 100 ലക്ഷം വർഷത്തിൻ്റെ വ്യത്യാസം, അത്തരത്തിലുള്ള വലിയ കണക്കുകളെല്ലാം തന്നെ ഇതിനെ നമ്മളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചും അതുപോലെ തന്നെ പഴയ മാനുവൽ വാച്ചുകളും അതുപോലെ ഡിജിറ്റൽ വാച്ചുകളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്രയും ദീർഘമായൊരു കാലയളവിൽ അതിൻ്റെ സമയത്തിൽ കൃത്യമായൊരു വ്യത്യാസം വരാനുള്ളൊരു സാധ്യതയുണ്ട്. ആ വ്യത്യാസം അത് സെക്കൻഡുകളാകാം, ഒരുപക്ഷെ അത് മണിക്കൂറുകളൊക്കെ ആയി മാറിയേക്കാവുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ കിലോഗ്രാം പ്രോട്ടോടൈപ്പിൻ്റെ യഥാർത്ഥ ഭാരം ഇപ്പോൾ കുറഞ്ഞു എന്ന കണക്കുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ പല മാനകങ്ങളും നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന പല ഇത്തരത്തിലുള്ള ബെഞ്ച് മാർക്ക് ചെയ്യുന്ന മാനകങ്ങളെല്ലാം തന്നെ അതിൻ്റെ കണക്കുകൾ തെറ്റിപ്പോകുന്ന ചില സാഹചര്യമുണ്ടാകുമ്പോൾ കൃത്യതയിലേക്ക് നീങ്ങാനുള്ള ഒരു സംവിധാനം, അതാണ് ഈ റുബീഡിയം ക്ലോക്ക് എന്ന് പറയുന്നത്. റുബീഡിയം ക്ലോക്കിൻ്റെ അടിസ്ഥാനത്തിൽ നാവിഗേഷൻ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ വലിയ നേട്ടം തന്നെയാണ് അത് ഉണ്ടാക്കുക എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ റുബീഡിയം ക്ലോക്കിൻ്റെ ആ ഒരു നാവിഗേഷൻ ആക്യുറസി, കൃത്യമായി റുബീഡിയം ക്ലോക്കിൻ്റെ ഡാറ്റ ഉപയോഗിച്ച് നാവിഗേഷൻ ആക്യുറസിയും അതുപോലെ തന്നെ അതേ റുബീഡിയം ക്ലോക്കിൽ നിന്ന് ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് റേഞ്ചിങ്ങിൻ്റെ താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ലഭിക്കുന്ന ആ പ്രിസിഷൻ ഡാറ്റ എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട്, ആ പ്രോഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ ഉൽപ്പന്നമുണ്ട്. ഈ പ്രിസിഷൻ ഡാറ്റ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് കൃത്യതയാർന്ന നിഗമനങ്ങളിലേക്ക്, അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ നൽകുന്ന ഒരു കമാൻഡ് ബഹിരാകാശത്തെത്തുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് നൽകുന്ന കമാൻഡ് അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന ടൈം ഡിലേ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അത് കൃത്യതയാർന്ന നീക്കങ്ങളിലേക്ക് നമുക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അത് പ്രതിരോധ രംഗത്തും അതുപോലെ തന്നെ ആക്രമണോത്സുകമായ രീതിയിൽ യുദ്ധം ചെയ്യേണ്ട സാഹചര്യമുണ്ടായാൽ അപ്പോൾ ലഭിക്കേണ്ട ഡാറ്റ, ഇതെല്ലാം തന്നെ കൃത്യമായി നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് ഈ ആധുനിക സംവിധാനങ്ങൾ റുബീഡിയം ക്ലോക്കിൻ്റെയും അതുപോലെ തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയ റേഞ്ചിങ്ങിൻ്റെയും എല്ലാം പ്രവർത്തനം കാര്യക്ഷമമാകുമ്പോൾ നമുക്ക് ലഭ്യമാവുക എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, റഡാർ പോലുള്ള അത്യന്താധുനിക നാവിഗേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും കൃത്യമായി, അതായത് ഒരു ഏരിയയിൽ നിന്ന് മാറി അത് ഭൂമിയിൽ മൊത്തം അത് എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അല്ലെങ്കിൽ എവിടെയാണ് സ്ഥാപിതമായിരിക്കുന്നതെന്നെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭൂമിയെ മുഴുവൻ നിരീക്ഷിക്കാൻ സാധിക്കുന്നു. ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷത്തിൻ്റെ വലിയൊരളവിൽ നിരീക്ഷണം സാധ്യമാകുന്നു. അത് കൃത്യതയാർന്ന നിരീക്ഷണം, പ്രിസിഷൻ ഡാറ്റ നമുക്ക് ലഭ്യമാകുന്നു എന്ന് വരുമ്പോൾ തീർച്ചയായും അത് വലിയ മുന്നേറ്റങ്ങൾക്ക് അല്ലെങ്കിൽ കൃത്യതയാർന്ന പല ശാസ്ത്രീയ നിഗമനങ്ങൾക്കെല്ലാം തന്നെ അത് പ്രയോജനം ചെയ്യും. നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന കാറുകളിൽ പോലും GPS ഉള്ള ഒരു സാഹചര്യമാണ്. കാറുകളിലെ GPSലെല്ലാം തന്നെ ചില സിവിലിയൻ ഡാറ്റകളുടെ ചില അറേഞ്ച്മെൻറ്റ് ഉണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി ഈ സിവിലിയൻ ഡാറ്റകളേക്കാൾ ആക്യുറേറ്റായ മിലിറ്ററി ഡാറ്റകളും നമുക്ക് ലഭ്യമാകുമെന്നതാണ്. തീർച്ചയായും ഭാരതത്തിൻ്റെ സമയം, ഭാരതത്തിൻ്റെ സാങ്കേതികവിദ്യ, ഭാരതത്തിൻ്റെ ബെഞ്ച് മാർക്കിംഗ്, ഭാരതം എന്ന എല്ലാ മേഖലകളിലും കൃത്യതയാർന്ന നീക്കം, അതായത് അടിസ്ഥാന ശാസ്ത്രമാകട്ടെ സാങ്കേതികവിദ്യയാകട്ടെ, ഈ സാങ്കേതികവിദ്യയ്ക്കും അടിസ്ഥാന ശാസ്ത്രത്തിനും അപ്പുറമുള്ള അത്യന്താധുനിക സിസ്റ്റങ്ങളാകട്ടെ, അതിനെല്ലാം തന്നെ ഭാരതം വളരെയധികം മുന്നേറുന്ന ഒരു സാങ്കേതിക വൈദഗ്ധ്യ തികവിൻ്റെ കൂടി ലോഞ്ചാണ് നാളെ നടക്കുക എന്നതാണ് യാഥാർത്ഥ്യം. അതുതന്നെയാണ് ഈ 100ാം വിക്ഷേപണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൈറ്റ്. ഇനി എന്താണ് നാളത്തെ പ്രത്യേകത? ISROയുടെ 100ാം വിക്ഷേപണമാണ് നാളെ നടക്കുക എന്ന് തുടക്കത്തിൽ പറഞ്ഞു. രാവിലെ 6:23 വിക്ഷേപണം. GSLV F-15 ബഹിരാകാശ വാഹനത്തിൽ NVS-2 ഉപഗ്രഹമാണ് ഭാരതത്തിൻ്റെ 100ാം വിക്ഷേപണ ദൗത്യം. ബഹിരാകാശ രംഗത്ത് അഭിമാനമായ ഭാരതത്തിൻ്റെ സ്പേസ് ഡോക്കിംഗ് വിജയം കൈവരിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ്. തുടർന്ന് മറ്റൊരു മഹാമുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ISRO.
ഭാരതത്തിന്റെ 100ാം ബഹിരാകാശ വിക്ഷേപണ വാഹനം നാളെ രാവിലെ 6:23 വിജയാഹ്ലാദങ്ങളിലേക്ക് പറന്നുയരും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും വിക്ഷേപണം നടക്കുക. GSLV F-15 വിക്ഷേപണ വാഹനം NVS-2 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കും. ഭാരതത്തിന് കൃത്യതയാർന്ന നാവിഗേഷൻ ഉറപ്പാക്കുന്നതിനുള്ള സാറ്റലൈറ്റാണ് NVS-2. സൈനികവും സൈനികേതരവുമായ ആവശ്യങ്ങൾക്കും കൃഷി, സമുദ്രപഠനം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കും ഉപഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രയോജനപ്പെടും. പ്രധാനമായും 2 ഘടകങ്ങളാണ് ഉപഗ്രഹത്തിനുള്ളത്. ഒന്ന് നാവിഗേഷനും മറ്റൊന്ന് റേഞ്ചിംഗ് ഭാഗവും. നാവിഗേഷൻ സാറ്റലൈറ്റ് 3 ബാൻഡുകളിലായി ഭൂമിയിലേക്ക് സിഗ്നലുകൾ നൽകും. സമയകൃത്യത ഉറപ്പാക്കുന്നതിന് റുബീഡിയം ആറ്റോമിക് ക്ലോക്ക് ആയിരിക്കും നാവിഗേഷൻ ഘടകത്തിൽ പ്രയോജനപ്പെടുത്തുക. ഏറ്റവും കൃത്യമായി സമയം ഉറപ്പാക്കുന്ന സംവിധാനമാണ് റുബീഡിയം ആറ്റോമിക് ക്ലോക്ക്. സമയം ഉറപ്പാക്കി റേഞ്ചിംഗ് ഘടകം ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ ലഭ്യമാക്കും. ഇവ രണ്ടും സംയോജിക്കുന്നത് കപ്പലുകളും മറ്റു സംവിധാനങ്ങളും കൃത്യമായി എവിടെയെന്ന് കണക്കാക്കാനും വേഗവും ഗതിയും കണ്ടെത്താനുമാകും. ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണം സാധ്യമാകുന്നതോടെ ഇന്ത്യയുടെ സ്വന്തം റീജിയണൽ പൊസിഷനിംഗ് സിസ്റ്റമായ നാവിക് കൂടുതൽ കാര്യക്ഷമമാക്കാനും ഭാവിയിൽ GPS-ന് തുല്യമായി പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കും. പഴയ IRNSS ഉപഗ്രഹങ്ങളെക്കാൾ ദീർഘകാലം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് NVS-02. ഭാരതത്തിന് ചുറ്റുമുള്ള സമുദ്രപ്രദേശത്തും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക നീക്കങ്ങൾ പോലും കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം കൂടിയാണ് NVS-2 ഉപഗ്രഹത്തിൽ യാഥാർത്ഥ്യമാകുക. സയൻസ് ഡെസ്ക്, ജനം. അതെ, കേവലം ഒരു ലോഞ്ച് എന്നതിനപ്പുറം, ഒരു വിക്ഷേപണം എന്നതിനപ്പുറം ISROയുടെ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള സാങ്കേതിക പ്രവർത്തകർക്ക് വരെ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. ഒരുപക്ഷെ ഒരു രാജ്യത്തിനും അവകാശപ്പെടാനാവാത്ത അഭിമാനം നിറയുന്ന നിമിഷങ്ങൾ. അതുപോലെ തന്നെയാണ് GSLV, ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതിലുപയോഗിക്കുന്ന എൻജിൻ, ക്രയോജനിക് എൻജിൻ. ഒരുപക്ഷെ ഭാരതത്തിലെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖല, പ്രത്യേകിച്ച് ബഹിരാകാശ ഗവേഷണ മേഖല, അതിലും സ്പെസിഫിക്കായി പറഞ്ഞു കഴിഞ്ഞാൽ ISROയും VSSCയും ഏറ്റവും അധികം പ്രതിസന്ധി, ഏറ്റവും അധികം ആരോപണങ്ങൾ, ഏറ്റവും അധികം ആക്ഷേപങ്ങൾ, ഏറ്റവും അധികം ആക്രമണങ്ങൾ നേരിട്ട ഒരു പീരീഡായിരുന്നു. ഭാരതം ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാൻ, അതിൽ സ്വയം പര്യാപ്തരാക്കാൻ നടത്തിയ നീക്കത്തിനൊടുവിലാണ് ചാരക്കേസ് എന്നുള്ളൊരു ഇടുത്തി വന്നു വീഴുന്നതും അതുപക്ഷെ ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണത്തെ ഒരു പതിറ്റാണ്ടെങ്കിലും പിന്നോട്ടടിക്കുകയും ചെയ്തത്. അതിൽ തളരാതെ കുതിച്ചുയർന്ന റോക്കറ്റ് നിമിഷങ്ങൾക്കകം കത്തിക്കരിഞ്ഞ് ചാരമായി കടലിൽ വീഴുന്ന കാഴ്ച കണ്ടിട്ട് അവിടെയും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഭരണ നേതൃത്വം എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇന്നിത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങൾ, നമ്മളാദ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങൾ അവരുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി ഭാരതത്തെ സമീപിക്കുമ്പോൾ ഏറെ പിന്നിലായിരുന്ന ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണം ഇന്ന് തല ഉയർത്തി മറ്റു ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം എത്തുന്നു. അതിനും അപ്പുറം ഒരുപക്ഷെ ISROയും ബഹിരാകാശ ഗവേഷണവും നേരിട്ടിരുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് അതിൻ്റെ ബജറ്റായിരുന്നു. വർഷം തോറും അനുവദിക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബജറ്റ്. ആ ഘട്ടവും കഴിഞ്ഞ് ഇസ്രോ ഒരു കമേഴ്ഷ്യൽ യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഇതുവരെ പൈസ മുടക്കിയിരുന്നത് ഇസ്രോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് ഇസ്രോ വിദേശ നാണ്യം നേടിത്തരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. നമ്മൾ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ കൊണ്ട് മറ്റു രാഷ്ട്രങ്ങൾക്ക് ചിറകേകുന്നു. മറ്റു രാഷ്ട്രങ്ങളുടെ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള കരുത്തും ആത്മവിശ്വാസവും ആർജിച്ചിരിക്കുന്നു. അതിലാണ് റെക്കോർഡ് എണ്ണത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ ലോഞ്ച് അടക്കം വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായ ഒട്ടനവധി വിക്ഷേപണങ്ങൾ, നേട്ടങ്ങൾ നാം കൊയ്തിരിക്കുന്നു. ചൊവ്വയെ നിരീക്ഷിക്കുന്നു, ചന്ദ്രനിലേക്ക് എത്തുന്നു. ഇനി സ്വന്തമായ ബഹിരാകാശ സ്റ്റേഷൻ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മലയാളികളടക്കം ഒരു പിടി ശാസ്ത്രജ്ഞരുടെ, സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വം, ആ നേതൃപാഠവും വഹിച്ച പങ്ക് ഇല്ലേ ഈശ്വൻ? തീർച്ചയായും മലയാളികൾ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യത്തോടെ പറയേണ്ടത് നമ്മുടെ നാട്ടിലാണ് സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആദ്യ ഘടകം ടെറൽസ് നമുക്കറിയാവുന്നതാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നുള്ള ഷോർട്ട് ഫോം കേൾക്കുമ്പോൾ പലർക്കും അറിയില്ല. അത് ഇത്രയേ ഉള്ളൂ. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ടേൾസ് പറയും. അതെ, ഈ ടേൾസിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കറിയാവുന്നതാണ്. അത് ഈ തുമ്പയിലെ ആ തീരപ്രദേശത്ത് അത് പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ റോക്കറ്റുകൾ, സൗണ്ടിങ് റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും
കാലാവസ്ഥാ നിരീക്ഷണം നടത്തുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് നമ്മുടെ ലോഞ്ചിങ് സ്റ്റേഷൻ്റെ പൊസിഷനിങ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് നിരവധിയായപ്പോൾ മൂന്നാമത്തെ വിക്ഷേപണത്താറ അവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങുകൂടി ചെയ്യുന്നു. അതിനുള്ള ബജറ്റ് വരെ പാസ്സായിരിക്കുന്നു. പണി ആരംഭിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വൻതോതിലൊരു വികസനം ISROയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ISROയുടെ ഭാഗത്ത് നേടിയിരിക്കുന്നു എന്നതാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, പണ്ട് സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആത്മവിശ്വാസം കുട്ടികൾക്ക് പകരുന്നതിന് വേണ്ടി അധ്യാപകർ, പ്രത്യേകിച്ചും സയൻസ് അധ്യാപകർ പറഞ്ഞിരുന്നത് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിനെ നടത്തിയത് 8000-ലേറെ പരീക്ഷണങ്ങളായിരുന്നു. 8000-ലേറെ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടാണ് അദ്ദേഹം ഒരു പരീക്ഷണത്തിൽ വിജയിച്ചത് എന്നാണ്. അതുപോലെ പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടും വിജയിച്ചും ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ആർജിച്ചെടുത്ത വലിയൊരു സാങ്കേതിക തികവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിക്കൽ സിസ്റ്റം കോമ്പിറ്റൻസിയുടെ ഒരു സാധ്യത, വലിയ സാധ്യതകളാണ് ഭാരതത്തിനുള്ളത്, വലിയ നേട്ടങ്ങളാണ് ഭാരതത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അതുവഴി ഉണ്ടാക്കാവുന്ന വലിയ സാധ്യതകളും ഭാരതത്തിനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാവുന്നതാണ്, ഇന്ന് ഭാരതത്തെ മറ്റു രാഷ്ട്രങ്ങൾ ആശ്രയിക്കുമ്പോൾ, മറ്റു രാഷ്ട്രങ്ങൾ അവരുടെ വൻതോതിലുള്ള 20 സാറ്റലൈറ്റുകളൊക്കെ ഒരുമിച്ച് ലോഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ന്യൂ സ്പേസ് ഏജൻസി എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ വഴി നമ്മുടെ കമേഴ്ഷ്യൽ വിങ് ഇത്രയും വലിയ, അതായത് നമ്മളുടെ ടെക്നോളജിക്കൽ കോമ്പിറ്റൻസി എക്സ്പോർട്ടിനുള്ള സാധ്യതയിലേക്ക് വൻതോതിൽ ഭാരതത്തെ കൊണ്ടെത്തിക്കാൻ ISROയ്ക്ക് സാധിച്ചിരിക്കുന്നു. ISROയ്ക്ക് ഇതുവരെ ചെലവഴിച്ച തുക, അല്ലെങ്കിൽ ഇതുവരെ കടലിൽ വീണ് നശിച്ചുപോയ റോക്കറ്റുകൾ പോലും വിജ്ഞാനത്തിൻ്റെ വലിയ സമ്പത്ത് പകർന്നു തന്നിരിക്കുന്നു. അല്ലെങ്കിൽ നശിച്ചുപോയ റോക്കറ്റ് പോലും വിജ്ഞാനം നൽകിയ വലിയൊരു ചരിത്രം, 79 മുതൽ ഈ റോക്കറ്റ് ലോഞ്ചുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ 100ാമത്തെ ലോഞ്ചിലെത്തുമ്പോൾ 100ാമത്തെ ലോഞ്ച് കോടിക്കണക്കിന് അറിവിൻ്റെ ഒരു ട്രഷർ കൂടി നമുക്ക് തന്നാണ് 100ാമത്തെ ഒരു ലോഞ്ച് നടക്കുന്നത്. അതുതന്നെയാണ് അഭിമാനാർഹമായൊരു നേട്ടം. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സാർ പരാമർശിച്ചിരുന്നു, മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മലയാളി ശാസ്ത്രജ്ഞർ നിരവധി പേരുണ്ട്, അല്ലെങ്കിൽ മലയാളികളായിത്തീർന്ന നിരവധി ശാസ്ത്രജ്ഞന്മാരുണ്ട്. നമുക്കറിയാവുന്നതാണ്, APJ അബ്ദുൽ കലാമിനെയൊക്കെ 20 വർഷത്തോളം അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് ജീവിച്ചൊരു മനുഷ്യനാണ്. മലയാളം നമ്മളെക്കാൾ നന്നായി പറയുന്ന ഒരു സാഹചര്യം പലപ്പോഴും APJ അബ്ദുൽ കലാമിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മലയാളികൾക്ക് അഭിമാനമാണ്, മലയാളികളായി തീർന്ന നിരവധി ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള നിരവധി പേർ മലയാളികൾ നേതൃത്വം നയിച്ചിട്ടുണ്ട്. K. രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, സോംനാഥ് ഉണ്ടായിരുന്നു, അതിനു മുമ്പ് കസ്തൂരി രംഗൻ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി പേർ, മാധവൻ നായർ വിട്ടുപോയി, മാധവൻ നായർ ഉണ്ടായിരുന്നു, മാധവൻ നായർ ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ വളരെയധികം ജനകീയനായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരോട് ഇടപെട്ടിരുന്നു. ടെലിമെട്രിയുടെ സാധ്യതകളൊക്കെ ലോകത്തിന് വലിയ തോതിൽ വേൾഡ് ടെലിമെട്രി, ഇന്ത്യൻ ടെലിമെട്രി എന്നല്ല, ലോകത്തിൻ്റെ ടെലിമെട്രി തന്നെ പലതും സംഭാവന ചെയ്യാൻ സാധിച്ചൊരു മഹാനായ ശാസ്ത്രജ്ഞനാണ്. അത്തരത്തിലുള്ള നിരവധി പേരെ കൂടി സൃഷ്ടിച്ചിരിക്കുന്നു, ഒരു ശാസ്ത്ര സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, ശാസ്ത്ര ഉൾക്കാഴ്ചയുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നു, അതുപോലെ സമ്പന്നമാക്കുന്നു, കാർഷിക രംഗത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. അത്തരത്തിൽ വലിയൊരു നേട്ടം തന്നെയാണ് ഭാരതം നേടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും നമുക്ക് അതിഥിയിലേക്ക് വേഗം പോകാം. അതിനു മുമ്പായി ISROയുടെ 100ാം വിക്ഷേപണമാണ് നാളെ നടക്കാനിരിക്കുന്നത്. പരാജയങ്ങൾ ഓരോന്നും വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കി ലോകത്തിന് മാതൃകയായ ചരിത്രമാണ് ISROയുടേത്. ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ വിജയക്കുതിപ്പിൻ്റെ നാൾ വഴികളിലൂടെ മഹാവിജയങ്ങളുടെ ജൈത്രയാത്രയാണ് ISROയുടെ വിക്ഷേപണ ചരിത്രം. 1979 ഓഗസ്റ്റ് 10-നാണ് സ്പേസ് ലോഞ്ച് വെഹിക്കിൾ 3E1 വിക്ഷേപിക്കുന്നത്. വിജയിക്കാതിരുന്ന ആദ്യ പരീക്ഷണത്തിൽ നിന്നും നിരവധി പാഠങ്ങൾ ISRO ഉൾക്കൊണ്ടു. 1980 ജൂലൈ 18-ന് SLV 3E2 രോഹിണി 1 ഉപഗ്രഹത്തെയും വഹിച്ചുകൊണ്ട് കൃത്യമായി ലക്ഷ്യത്തിലെത്തി. 1981-ലും 83-ലും SLV 3 വിക്ഷേപണങ്ങൾ നടന്നു. രോഹിണി D1, D2 എന്നീ സാറ്റലൈറ്റുകളെ യഥാക്രമം ഭ്രമണപഥത്തിൽ എത്തിച്ചു. പിന്നീട് ഓഗ്മെന്റഡ് സ്പേസ് ലോഞ്ച് വെഹിക്കിളായിരുന്നു 3ാമത്തെ വിക്ഷേപണം. ASLV 1, D2 എന്നീ വിക്ഷേപണങ്ങൾ 87, 88-ലുമായി നടന്നു. രണ്ടും പരാജയപ്പെട്ടെങ്കിലും 92-ൽ VD3 SROSSC ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 93-ലാണ് ആദ്യ പോളാർ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ D1 വിക്ഷേപിക്കുന്നത്. വിക്ഷേപണം പരാജയപ്പെട്ടുവെങ്കിലും മഹത്തരമായ അനുഭവമായി ISROയ്ക്ക് അത് മാറി. 94-ൽ ഓഗ്മെന്റഡ് സ്പേസ് വെഹിക്കിൾ D4 വിക്ഷേപിക്കപ്പെട്ടു. SROSS C2 ഉപഗ്രഹത്തെയാണ് വിക്ഷേപിച്ചത്. 94-ൽ PSLV D2, 96-ൽ PSLV D3യും വിക്ഷേപിക്കപ്പെട്ടു. 97-ൽ PSLV C1, PSLV C2 എന്നീ റോക്കറ്റുകൾ, IRS-1D, IRS-P4 എന്നീ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ ബഹിരാകാശത്ത് എത്തിച്ചു. 2001-ലാണ് GSLV D1 അഥവാ ജിയോസിൻക്രണസ് സ്പേസ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിക്കപ്പെടുന്നത്. GSAT ഉപഗ്രഹം കൃത്യമായി GSLV D1 ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2001 ഒക്ടോബറിലാണ് PSLV C3 വിക്ഷേപിക്കപ്പെട്ടത്.
2002 സെപ്റ്റംബറിൽ PSLV C4 കൽപ്പന 1 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2003 മെയ് 8-ൽ GSLV GSAT-2 ഉപഗ്രഹവുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചു. 2003-ൽ തന്നെ PSLV C5 വിക്ഷേപണവും നടന്നു. IRSP-6 റിസോർട്ട് സ്റ്റാറ്റ് എന്നിവ പോളാർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2004-ലാണ് എഡ്യൂസാറ്റ് GSAT-3 വിക്ഷേപിക്കപ്പെട്ടത്. 100ാം വിക്ഷേപണമായ GSLV F-15 റോക്കറ്റിന്റെ ആദ്യഘട്ടമായിരുന്നു അത്. 2005 മെയ്യിൽ കാർട്ടോസാറ്റുമായി PSLV ബഹിരാകാശത്തെത്തി. അടുത്ത വിക്ഷേപണം 2006 ജൂലൈ മാസത്തിലായിരുന്നു. ഇൻസാറ്റ് 4C ഉപഗ്രഹവുമായി GSLV F-02 വിക്ഷേപിക്കപ്പെട്ടു. 2007-ൽ കാർട്ടോസാറ്റ് 2 സാറ്റലൈറ്റ് റീ എൻട്രി എക്സ്പെരിമെന്റ് 1 എന്നീ ഉപഗ്രഹങ്ങളെ PSLV C7 ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഇക്കൂട്ടത്തിലെ SRE-1 ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിലും വിജയിച്ചു. 2 വിക്ഷേപണങ്ങൾ കൂടി 2007-ൽ നടന്നു. PSLV C8, GSLV F-04 എന്നിവയായിരുന്നു അവ. GSLV F-04 ഇൻസാറ്റ് 4C 6 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2008 ജനുവരിയിലും ഏപ്രിലും ഒക്ടോബറിലും PSLV വിക്ഷേപണങ്ങൾ നടന്നു. PSLV 9 കാർട്ടോസാറ്റിന്റെയും IMS-1 സാറ്റലൈറ്റുകളെയും ഭ്രമണപഥത്തിലെത്തിച്ചപ്പോൾ 2008 ഒക്ടോബർ 22-ന് നടന്ന PSLV വിക്ഷേപണം ആദ്യ ചന്ദ്രയാൻ ദൗത്യവുമായിരുന്നു. ചന്ദ്രനിൽ ഭാരതത്തിന്റെ പതാക പ്രദർശിപ്പിച്ച ദൗത്യം വിജയമായി. 2009-ൽ PSLV C12 റീസാറ്റ് 2 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2009 സെപ്റ്റംബറിൽ PSLV C14 റോക്കറ്റാണ് ഓഷ്യൻസാറ്റ് 2 ഭ്രമണപഥത്തിൽ എത്തിച്ചത്. പരാജയപ്പെട്ടെങ്കിലും 2010 ഏപ്രിൽ 15-ന് നടന്ന GSLV Mark II വിക്ഷേപണം അനുഭവങ്ങളുടെ സാഗരമാണ് ISROയ്ക്ക് ഉറപ്പാക്കിയത്. 2010 ജൂലൈയിൽ കാർട്ടോസാറ്റ് ബിയുമായി PSLV CA വിക്ഷേപണം നടന്നു. 2010-നും 15-നും ഇടയിൽ 16 പോളാർ സ്പേസ് ലോഞ്ച് വെഹിക്കിളുകളാണ് വിക്ഷേപിക്കപ്പെട്ടത്. 4 GSLV വിക്ഷേപണങ്ങളും നടന്നു. GSAT സാറ്റലൈറ്റുകൾ സരൾ, റിസാറ്റ്, IRNSS ഉൾപ്പെടെ ഇതിൽപ്പെടും. 25ാം PSLV ദൗത്യമായിരുന്നു PSLV XL മാർസ് ഓർബിറ്റർ മിഷൻ. 2016-ൽ നടന്ന 9 വിക്ഷേപണങ്ങളിൽ 6 പോളാർ സ്പേസ് ലോഞ്ച് വാഹനങ്ങളും ഒരു ബഹിരാകാശ വാഹനമായ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളുമായിരുന്നു. സ്ക്രാംജെറ്റ് എഞ്ചിൻ അഥവാ സൂപ്പർസോണിക് എഞ്ചിനുമായിരുന്നു 2017-ൽ നടന്ന 5 വിക്ഷേപണങ്ങളിൽ 3 2018-ൽ 7 വിക്ഷേപണങ്ങൾ നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ജൂലൈ 5-ന് പരീക്ഷിച്ച ക്രൂ എസ്കേപ്പ് സിസ്റ്റം. 4 PSLV വിക്ഷേപണവും 2 GSLV വിക്ഷേപണവും 2018-ൽ നടന്നു. 2019 ജൂലൈ 22-ന് 2ാം ചന്ദ്രയാൻ ദൗത്യം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് III റോക്കറ്റിൽ നടന്നു. 6 ദൗത്യങ്ങളാണ് ആ വർഷം മാത്രം നടന്നത്. 2020 മുതൽ 24 വരെ സുപ്രധാനമായ 21 വിക്ഷേപണങ്ങൾ നടന്നു. ജൂലൈ 14, 2023-ന് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ടു. ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങി. സൂര്യപര്യവേക്ഷണ ദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2-ന് PSLV XL റോക്കറ്റിൽ യാത്ര തിരിച്ചു. 12 ദൗത്യങ്ങളാണ് 4 വർഷത്തിനിടെ മാത്രം യാഥാർത്ഥ്യമായത്. ISROയുടെ ചരിത്രത്തിലെ തന്നെ വൻ വിജയങ്ങൾ 2024 ഡിസംബർ 30-ന് നടന്ന PSLV വിക്ഷേപണമാണ്. ഭാരതത്തിൻ്റെ മറ്റൊരു ബഹിരാകാശ വിജയഗാഥ വിളിച്ചോതിയതായിരുന്നു ആ പരീക്ഷണം. സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയ വിക്ഷേപണമായിരുന്നു PSLV C60. ഈ 4 വർഷത്തിനിടെ 3 LVM-3 വിക്ഷേപണങ്ങളും 2 SSLV ദൗത്യങ്ങളും പൂർത്തിയാക്കി. 99 വിക്ഷേപണ ദൗത്യങ്ങൾ പൂർത്തിയാക്കി 100-ലേക്ക് കടക്കുകയാണ് ISRO. അഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ. ക്രയോജനിക് സാങ്കേതികവിദ്യയും ഖര-ദ്രാവക പ്രൊപ്പൽഷൻ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നതിലും ISRO വിജയിച്ചു. ആധുനിക ടെലിമെട്രി സംവിധാനങ്ങളിലും മികച്ച നേട്ടം കൈവരിക്കാൻ ഭാരതത്തിനായി. വിജയങ്ങളുടെ ദീർഘയാത്രയാണ് ആദ്യ ലോഞ്ച് മുതൽ ISRO കയ്യെത്തിപ്പിടിച്ചിരിക്കുന്നത്. ശതശതവന്ദനം. നമുക്കിപ്പോൾ അതിഥി ചേരുന്നു. നമുക്കൊപ്പം ശ്രീ നമ്പി നാരായണൻ. സർ, ഗുഡ് ഈവനിങ്. സ്വാഗതം ചനൻ TV-യിലേക്ക്. ഗുഡ് ഈവനിങ് സർ, ഹൗ ആർ യു? വെരി ഗുഡ് സർ. അഭിമാനത്തിൻ്റെ നിമിഷം. SLV മുതൽ GSLV വരെ ഇതിൻ്റെ നിർണായക ഘടകങ്ങളിലെല്ലാം സാക്ഷിയായി നിർണായക പങ്ക് വഹിച്ച് ഒരുപക്ഷെ ക്രയോജനിക് സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനായി ഒരു സ്വന്തം കരിയർ പോലും ഒരു ഘട്ടത്തിൽ ബലി കൊടുത്ത ശ്രീ നമ്പി നാരായണൻ ചേരുന്നു നമ്മോടൊപ്പം അതിഥിയായി. സർ, എന്താണ് 100ാം വിക്ഷേപണത്തിൻ്റെ പ്രസക്തി? കേവലം ഒരു നമ്പറിനപ്പുറം എന്താണിത് ഭാരതത്തിന് നൽകുന്നത്? No, it gives you ഒരു നമ്മുടെ കോൺഫിഡൻസ് ലെവൽ. Particularly, I think it is the 100th launch from Sriharikota, and the GSLV vehicle, I think it is 17th launch. Right. Now,
if you really look back, every mission of ISRO gives us a lesson, and with that we just go ahead. Now this launch has some significance in the sense, forget about the 100th launch. Of course it matters, but I am trying to say that this is NVA 02 that indicates that it's this second satellite in the navigational system, which we are trying to do exclusively for our purpose. But I personally don't think that it is for the public use. It is primarily for the defense use. And so in that sense, as you know that you will not be able to launch any satellites or any missiles for that matter without your GPS. That's a fundamental thing. Now, if for some reason, if the country who is ruling the GPS puts it off, then you will be a blind person in space. So we are trying to build our own navigation system, and I think we launched, it consists of about 7 satellites, and we have some problems there, but the remaining satellites we are using it for the defense purposes. Now this system has the position and the velocity and the time as accurate as possible. It can help you to primarily to launch as well as to gather data. So the success of this launch will indicate that we are going one step ahead in our effort to make a self-reliance. നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അറ്റംപ്റ്റ് കൂടെ നമുക്ക് വിജയിച്ചു എന്ന് പറയാം. സർ, അങ്ങ് പറഞ്ഞ് വന്നതിൽ ഒന്ന് രണ്ട് ക്ലാരിഫിക്കേഷൻ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കൂടി. ഒന്ന്, ഈ നാവിഗേഷൻ സിസ്റ്റം ഭാരതം പല അർത്ഥത്തിലും സ്വന്തം കാലിൽ നിൽക്കുന്നു, സ്വയം പര്യാപ്തത നേടുന്നു. അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു സംഗതിയുടെ ഒരു ഡെവലപ്മെൻറ്റ്, രസകരം എന്ന് പറയാൻ പാടില്ല, ഒരുപക്ഷെ ഒരു വളരെ ദുഃഖമേറിയൊരു പാഠത്തിൽ നിന്ന് കാർഗിൽ എന്ന് പറയുന്ന യുദ്ധം, കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ ആ തുടക്കത്തിൽ നേരിട്ട തിരിച്ചടികളിൽ ഒന്ന്, നമുക്ക് കൃത്യമായി ആക്രമണം നടത്താനുള്ള ഈ പൊസിഷനിങ് സിസ്റ്റം ഇല്ലായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ അതിന് കൃത്യതയില്ലായിരുന്നു. അന്ന് തുടങ്ങിയ ദൗത്യമാണ് ഒരുപക്ഷെ 7 വർഷത്തോളം എടുത്തിട്ട് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ഇത് ഈ സീരീസിലെ 2ാമത്തെ ഉപഗ്രഹം മുകളിലേക്ക് പോകുന്നു. പഴയ റിമോട്ട് സെൻസിങ്ങിൽ നിന്ന് സ്വന്തം കോൺസ്റ്റലേഷൻ്റെ നാവിക് എന്ന അങ്ങയുടെ ഇസ്രോ കുടുംബാംഗങ്ങളും വിളിക്കുന്ന നാവിഗേഷൻ ബേസ്ഡ് ഓൺ ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റം, അതാണ് അങ്ങ് പറഞ്ഞ ഒരുപക്ഷെ കേവലം ബഹിരാകാശ ഗവേഷണത്തിനും ശാസ്ത്ര സാങ്കേതിക നേട്ടത്തിനും അപ്പുറം രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ശത്രു ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യതയോടെ തിരിച്ചടിക്കും എന്നുള്ള ആത്മവിശ്വാസവും കരുത്തും നൽകുന്ന ഒരു നിർണായക ചുവടുവയ്പ്, അതല്ലേ സർ ഇത്? അതുപോലെ തന്നെ ഒരു വാക്ക്, നമ്മൾ ആയുസ് എത്തി എന്ന് കഴിയുന്ന പഴയ സാറ്റലൈറ്റുകളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം, അതും കൂടി ഒന്ന് വിശദീകരിക്കാമോ? ആക്ച്വലി ഇത് കൂടുതൽ വിശദീകരിക്കാനായിട്ട് ഒന്നുമില്ല, എക്സെപ്റ്റിംഗ് ഇത് ഒരു ഡിഫൻസ് റിലേറ്റഡ് സാറ്റലൈറ്റ് ആണ്. ദാറ്റ് ഇസ് നമ്പർ 1. When I say this, primarily it is used for confirming, checking the position, velocity and time. Now it is not for public use. In fact, this news itself should have been restricted to the in a restricted sense that it is for the defense purposes. Also, it is for the citizens to know that നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ സെൽഫ് റിലയൻസിന് വേണ്ടി മാത്രമാണ്. ഇതിനെ ഒന്ന് കൂടുതലായിട്ട് ഞാനൊരു സെൻറ്റൻസ് കൂടെ പറഞ്ഞിരുന്നു. GPS-നെ വിശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പബ്ലിക് മേ പ്രോബബ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദി GPS, ബട്ട് ഡിഫൻസ് റിലേറ്റഡ് മാറ്റേഴ്സിന് GPS-നെ വിശ്വസിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഫ് ദാറ്റ് ഈസ് പുട്ട് ഓഫ് ദെൻ യു ആർ എ ബ്ലൈൻഡ് മാൻ. സോ അതുകൊണ്ട് അത്രയും എൻ്റെ അഭിപ്രായത്തിൽ മതി എന്നാണ് വിചാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അത് പറഞ്ഞു കഴിഞ്ഞു, അതിനകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല. ശരി ഡോക്ടർ ശ്രീ നമ്പിനാരായണൻ, അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഇതിനിടയ്ക്ക്
നാളത്തെ 100ാം വിക്ഷേപണത്തിന് മുന്നോടിയായി ഒരു ചെറിയ വാർത്തയും ദൃശ്യങ്ങളും. ISRO ചരിത്ര ദൗത്യത്തിലേക്ക് കുതിക്കാനൊരുങ്ങുമ്പോൾ പ്രാർത്ഥനയുമായി ഇസ്രോ ടീം. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനും ടീം അംഗങ്ങളും തിരുപ്പതിയിലെത്തി പ്രത്യേക പൂജകൾ നടത്തി. നാളെ രാവിലെ 6:23 നടക്കുന്ന വിക്ഷേപണത്തിന് മുന്നോടിയായിട്ടാണ് ഇസ്രോയുടെ ശാസ്ത്രജ്ഞ സംഘത്തെയും നയിച്ച് ചെയർമാൻ തന്നെ അവിടെ എത്തിയിരിക്കുന്നു. ശ്രീ നമ്പി നാരായണനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ നമ്പി നാരായണൻ, നമ്മളിപ്പോൾ നാളത്തെ 100ാം വിക്ഷേപണത്തെക്കുറിച്ച് പറയുന്നു. അത് ആഘോഷമാക്കുന്നത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ അതൊരു ചെറിയ നമ്പറല്ല. 2, അത് ഇതുവരെ കൈവരിച്ച നേട്ടത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. അതിനും അപ്പുറം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗം? 2, ഇസ്രോയുടെ മുന്നോട്ടുള്ള കുതിപ്പ് ഭാരതത്തിന് നൽകുന്ന സംഭാവനകൾ, അതല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ശ്രീ നമ്പി നാരായണൻ. No, actually ഇത് ഒരു റിലേറ്റീവ് ടേംസിലേക്ക് പറയുന്നത് ശരിയല്ല. പക്ഷേ എന്നാലും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് ഗഗൻയാൻ. ഗഗൻയാൻ ഈസ് നത്തിങ് ബട്ട് എ സ്പേസ് സ്റ്റേഷൻ. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ വി ആർ പ്ലാനിങ് ടു ഹാവ് ഇറ്റ് ഇൻ ദ ഇയർ 2028. ദാറ്റ് ഈസ് ദി ടൈം ഫ്രെയിം വി ആർ ടോക്കിംഗ് അബൌട്ട്. Now this project will ഇതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിങ് ദ ഡോക്കിംഗ് വിച്ച് ടുക്ക് പ്ലേസ്. ഒരു 2-3 ദിവസത്തിന് മുമ്പ് നടന്ന ഡോക്കിംഗ്, അതിൻ്റെ റിപ്പീറ്റഡ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡിഫൻസ് റിലേറ്റഡ് മാറ്റേഴ്സ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ്, അതിൻ്റെ ലോഞ്ച്, പിന്നെ പല സിമുലേറ്റഡ് സ്റ്റഡീസും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദി ഗഗൻയാൻ പ്രോജക്റ്റാണ് നമ്മൾ ഇനി നോക്കേണ്ട അടുത്ത കാര്യം. ഓഫ് കോഴ്സ് people may say about Chandrayaan 4. Chandrayaan 4 is also a stepping stone because more or less everything we are trying to do as a prelude to the Gaganyaan. അപ്പോൾ അതിൻ്റെ ഒരു ഗഗൻയാൻ ചെയ്തിട്ടുള്ളത് ലോകത്തിലെ എൻ്റെ അഭിപ്രായത്തിൽ only USA and Russia and China, ഈ 3 കൺട്രീസും. നമ്മൾ അതിൻ്റെ അടുത്ത് 4ാമത്തെ കൺട്രീസായി വരും. സോ ആ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും അതിനകത്ത് ലോട്ട് ഓഫ് എഫേർട്ട് ആർ റിക്വയർഡ്, ലോട്ട് ഓഫ് മണി ഈസ് ഓൾസോ റിക്വയർഡ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് പറയാൻ എളുപ്പമാണ്. വി ആർ കാസ്റ്റ് കോൺഷ്യസ്. അപ്പോൾ നമ്മൾ കാസ്റ്റ് കുറയ്ക്കാനും വിത്ത് എ ലിമിറ്റഡ് ഫണ്ടാണ് നമ്മൾ വി ആർ പ്ലേയിങ് ദ ഗെയിം. ഇൻഫാക്ട് മെനി ഓഫ് ദ കൺട്രീസ് ആസ് യു മേ ബി വാച്ചിങ് നൗ, they are all trying to become a secondary player, including US or France for that matter. Elon Musk is doing something from US, but it's a private company. And even in China, you have more than 25-30 private companies. അതുപോലെ ഇവിടെയും നമ്മൾ കുറേ പ്രൈവറ്റ് കമ്പനീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർ ISROയുടെ ജോലി റിപ്പീറ്റ് ചെയ്യാതെ ISROയുടെ ജോലിക്ക് ആർഗ്യുമെൻ്റ് ചെയ്യുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ISRO. സോ ഇറ്റ്സ് എ ലോങ് വേ ടു ഗോ. കുറേ പാടുപെടണം. അതാണ് റിയൽ സിറ്റുവേഷൻ. സോ വിത്ത് റെസ്പെക്ട് ടു international countries, we are doing good. But you may say that money is available, etc. But I think money is a major factor here. Because we are a country with a lot of priorities in different sectors. We have poor people, industrial growth, project. So many things are there. Infrastructure development. So അതിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു
cash മാത്രമേ available for the space related matters. അത് വെച്ച് നോക്കുമ്പം our growth is extremely high and extremely good. So we are going in the right direction. We don't take much of a chance. Even yesterday, if you would have watched the docking experiment, is actually 2 satellites അയച്ചാൽ മതിയായിരുന്നു നമ്മുടെ ആവശ്യത്തിന്, അല്ലെങ്കിൽ 1 സാറ്റലൈറ്റ് അയച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് തന്നെ നമ്മൾ ക്ലബ് ചെയ്ത് 2 ആക്കി, പിന്നെ 2 ക്ലബ് ചെയ്ത്, പിന്നെ വീണ്ടും ഡിസെൻഗേജ് ചെയ്ത്, പിന്നെ വീണ്ടും ക്ലബ് ചെയ്ത്. സോ വി ആർ ക്ലബിങ് സോ മെനി എയിംസ് ഇൻ അവർ സ്പേസ് മിഷൻസ്. So that way we are working towards Gaganyaan project. സർ, അങ്ങയിലേക്ക് മടങ്ങി വരാം. കാരണം ഈ സ്പേസ് ഡോക്കിങ്ങും അങ്ങ് ചൂണ്ടിക്കാട്ടിയ മാനോവേഴ്സും ഒരുപക്ഷെ നമ്മൾ അവിടെ നിർത്തി തന്നെ ചില പരീക്ഷണങ്ങൾ നടത്തിയതാവാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും കൂടി ഒരിക്കൽ കൂടി വരാം. അതുപോലെ അങ്ങ് ചൂണ്ടിക്കാട്ടിയതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. ഇതിനായി മാത്രം കോടികൾ മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടികൾ മാറ്റിവെക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, നമുക്ക് അങ്ങ് പറഞ്ഞതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലില്ലായ്മ മാറ്റൽ, ഈ ഇൻഫ്രാസ്ട്രക്ചർ വികസനം, ഭവന പദ്ധതി, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് പേർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ അടക്കമുള്ളവ ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഈ കുതിപ്പ് നടത്തുന്നത്. വികസിത രാഷ്ട്രങ്ങളെന്ന് അവകാശപ്പെടുന്നവർ ഒന്നുകിൽ അത്രയും മാത്രം ക്യാഷ് റിസർവ് ഉള്ളവർ, അതല്ലെങ്കിൽ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ പണം ചെലവാക്കുന്നവർക്കിടയിൽ ഇത്രയും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടുള്ള കുതിപ്പാണ് ഇതിൽ ഏറ്റവും പ്രസക്തം. സ്പേസ് ഡോക്കിങ്ങിലേക്കും അങ്ങ് പറഞ്ഞ മൾട്ടി ലെവൽ അല്ലെങ്കിൽ വിവിധ തലത്തിലുള്ള പരീക്ഷണങ്ങളിലേക്കും ഒന്ന് തിരിച്ചു വരാം. 100 and counting, ശതശതവന്ദനം. ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം നാളെ 100ാം വിക്ഷേപണത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പ്രത്യേക പരിപാടിയാണ് നടക്കുന്നത്. നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് ശ്രീ നമ്പി നാരായണനാണ്, വിഖ്യാത ബഹിരാകാശ ശാസ്ത്രജ്ഞൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100ാമത്തെ വിക്ഷേപണം എന്നതിനപ്പുറം നാളെ GSLV F-15 കുതിച്ചുയരുക. NVS-2 എന്ന് പറയുന്ന നാവിഗേഷൻ ഉപഗ്രഹവുമായിട്ടാണ്. കര, വ്യോമ, കടൽ ഗതാഗതത്തിനൊക്കെ എന്നതിനപ്പുറം നമ്മുടെ പ്രതിരോധ ശക്തിക്കും സുരക്ഷയ്ക്കും ഡിഫൻസ് പർപ്പസിനും ഒക്കെ വളരെ കൃത്യതയോടെയുള്ള നാവിഗേഷൻ ഉറപ്പാക്കുന്നതിനുള്ള ഉപഗ്രഹങ്ങളുടെ ശ്രേണിയിലെ 2ാമത്തേതാണ് ഈ വരുന്നത്. അതിനുമപ്പുറം നേരത്തെ വിക്ഷേപിച്ചിരുന്ന റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളെ റീപ്ലേസ് ചെയ്യാനുമുള്ള ശ്രീ നമ്പിനാരായണൻ, അങ്ങേ അല്പസമയം കൂടി മാത്രമാണ് ഞങ്ങളോടൊപ്പമുള്ളത്. ഒരു ചോദ്യം കൂടി വളരെ കൗതുകത്തോടു കൂടി ചോദിക്കട്ടെ. നമ്മൾ ഈ കണ്ട സ്പെയ്ഡെക്സ് എന്ന് വിളിച്ച സ്പേസ് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് എന്ന് പറയുന്ന ആ മനുവർ, ആ ഒരു പാറ്റേൺ മാത്രമാണോ, അല്ലെങ്കിൽ ഇനി ഇതെന്തൊക്കെ നമ്മുടെ കരവിരുതുകൾ ബഹിരാകാശത്ത് കാണാനുണ്ട്? എന്തൊക്കെയായിരിക്കും ഇനിയുള്ള ഭാവി പരീക്ഷണങ്ങൾ? ഇതൊരു ലോങ് സ്റ്റോറിയാണ്. For example, I'm not sure whether, for example, the astronauts we are talking about, വലിയ ന്യൂസുകളൊന്നും നമ്മുടെ പ്രസ്സിലേക്ക് നിങ്ങൾ ആസ്ട്രോനോട്ട്സിനെ കുറിച്ചും അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങിനെ കുറിച്ചും അവർ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള ന്യൂസൊന്നും ഞാനിപ്പോൾ ഇടയ്ക്ക് കാണുന്നില്ല, ചിലപ്പം മിസ്സായി കാണാം. ഇനി അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആക്ടിവിറ്റീസിന് ബന്ധപ്പെട്ടിട്ടുള്ള, ഫോർ എക്സാമ്പിൾ മെഡിസിൻസ് ആൻഡ് അവരുടെ ഫുഡ്. അപ്പോൾ ഇതൊക്കെ പുറത്ത് വരാത്ത ന്യൂസുകളാണ്, പക്ഷേ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. These are all, see the mission Gaganyaan is one of the very major missions which you can think of. Once you master that, you can say that you are mastering the space technology in a major level. Afterwards, things are going to be, you can be in competition with any other country in the world. You can have space tourism, you can have so many things can be done. So പുറത്ത് വരുന്ന ന്യൂസുകൾ ഇപ്പോഴുള്ള ലോഞ്ചിങ്ങും ഡോക്കിങ് അതുപോലത്തെ വരുന്നുണ്ടെന്നല്ലാതെ അതുപോലും അകസ്മാത്തമായിട്ട് വന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതർവൈസ് ദ ISRO ഹാസ് എ ഡെഡിക്കേറ്റഡ്, പാഷനേറ്റ്, വെൽ പ്ലാൻഡ്, സിസ്റ്റമാറ്റിക് വർക്ക് ഈസ് ഗോയിങ് ഓൺ. അതിനകത്ത് നമ്മൾ പുറത്ത് കാണുന്ന ന്യൂസുകൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ മാത്രമല്ലാതെ ബാക്കി കണ്ടമാനം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അവിടെ തന്നെ എവറി ഡേ ഈച്ച് സെൻറ്റർ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ, then your
UR Rao's Space Application Center, Sririkota, എല്ലാ സെൻറ്ററിലും there is a dedicated work going on, different fields, small work ആയിരിക്കും, പക്ഷേ that work is important from the space mission point of view. അതൊന്നും പുറത്ത് പബ്ലിഷ് ചെയ്യേണ്ട സ്റ്റേജ് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ പാടില്ലായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് വേ ദിസ് എ ലോങ് വേ ടു ഗോ. 2028 is very close to us. It's only 3 years from now. In 3 years you have to achieve the space mission, the Gaganyaan. It's a really a Herculean task. I only hope that we achieve it, and that's what it is. റൈറ്റ് സാർ, തീർച്ചയായിട്ടും വളരെ കുറച്ച് സമയം മാത്രം, പക്ഷേ മുന്നിലുള്ള വെല്ലുവിളികൾ ഒട്ടേറെയാണ്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പലതും പുറത്ത് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ പുറത്ത് പറയേണ്ട സമയമാകുമ്പോൾ അതിന് ബന്ധപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ അത് പറയും. അതുവരെ കാത്തിരിക്കുക ക്ഷമയോടെ എന്നുള്ളത് ആണ്. അങ്ങോട്ട് ഞങ്ങൾ വളരെ ജനറലായിട്ട് അല്ലെങ്കിൽ ആത്മജ്ഞാനം വെച്ച് പറഞ്ഞൊരു കാര്യത്തിൻ്റെ വിദഗ്ധമായ ഒരു അഭിപ്രായം ഒന്ന് തേടട്ടെ. നമ്മൾ തുടക്കം മുതൽ 79 മുതൽ, അല്ലെങ്കിൽ തുമ്പയിൽ, ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ അടുത്ത് തുമ്പയിൽ ഒരു ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയാണ് ഇന്ന് ലോകം മുഴുവൻ അഭിമാനത്തോടുകൂടി ഇസ്രോ എന്ന് നിറഞ്ഞ് തല ഉയർത്തി നിൽക്കുന്നത്. ഓരോ വർഷവും നൂറുകണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ പമ്പിൻ ചെയ്തിരുന്നു സ്പേസ് റിസർച്ചിലേക്ക്. അപ്പോഴൊക്കെ ഇത്രയുമോ എന്ന് മുഖം ചൊളിച്ച വിദഗ്ധന്മാരും ബുദ്ധിജീവികളും ഉണ്ടായിരുന്നു, നേട്ടങ്ങൾ ഒന്നൊന്നായി മുന്നിൽ വരുന്നത് വരെ. പക്ഷെ അവിടെ നിന്ന് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ അങ്ങുൾപ്പെടെയുള്ളവർ വിദേശത്ത് പോയി സാങ്കേതിക വിദ്യ സ്വായത്താക്കാൻ ശ്രമിച്ചു നമുക്ക് വേണ്ടി. അതിനും നേരിട്ട വെല്ലുവിളികൾ മറ്റൊരു കഥ. ഇന്ന് കോടിക്കണക്കിന് രൂപ നമ്മൾ ഇസ്രോയിലേക്ക്, ബഹിരാകാശ ഗവേഷണത്തിലേക്ക് ഭാരതത്തിൻ്റെ ട്രഷറിയിൽ നിന്ന്, സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ നിന്ന് അടുത്ത ഘട്ടത്തിൽ വിദേശ രാഷ്ട്രങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാവുന്ന കരുത്താർജിച്ച് വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു കമേഴ്ഷ്യൽ ആസ്പെക്ട്, ഒരു കമേഴ്ഷ്യൽ ഘടകം കൂടി വരികയല്ലേ വികസിച്ച് ഇസ്രോയെ സംബന്ധിച്ച്? Anyway, it's a tricky story. People who want to launch their satellites, അവർക്ക് ആവശ്യം reliable, repeatable, consistent, low cost. Now you are in the beginning, so you can be having a reputed vehicle, you have a workhorse engine, അല്ലെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കാം. പക്ഷേ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൂവ് ചെയ്തുകൊണ്ട് വരണം. ഇനിയും കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ the number of satellites which will come into ISRO for launching will be very, very number wise. It will go. Even now it is good, but many times we have to give concessions today, yes, in order to establish our credibility. It is space business, it is not. It's a very tricky business. When we reach the Gaganyaan, by the time we would be probably having enough satellites to be launched, which will bring in a lot of money, plus the space tourism itself will bring in additional money. Then we can have some organizational modifications by which you can have കുറച്ചുകൂടെ കൊളാബറേറ്റേഴ്സിനെ കുറച്ചുകൂടെ നമുക്ക് അകത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, കുറേ കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ see, eventually you must understand that it is not only the technology, but the technology costs money. You should not forget about it. If you can't spend, even in every place ISRO is responsible enough to take cautious, very, very calculated risks in achieving their goals. That is why you are seeing always the successes. And it is not only the success, but also at the lowest cost possible. So that way I am very happy that they are doing an excellent job, and they will continue to do it. I am hopeful about it. And it is a community which is, at least as you were telling, originally when SLV-3 first failure was there, I know one of the leading vernacular daily wrote it as sea-loving vehicle, SLV. Then when ASLV went again as a failure, then it was termed as always sea-loving vehicle. So today, you have achieved certain things. You are being congratulated. You are being, sort of appreciated. So that's a good change. It's a good change.
Now people look at you with full trust. So I think they are living up to the expectations. Anyway, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഇനിയും കുറച്ച് സമയം കിടപ്പുണ്ട്. Let us keep the fingers crossed റൈറ്റ് സർ. for the 28 success. റൈറ്റ് സർ. കടലിനെ സ്നേഹിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ എന്നും കടലിനെ സ്നേഹിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ എന്നും പരിഹസിച്ചവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണെന്ന് ഇസ്രോ അതിൻ്റെ മുഖമായി നമ്മോടൊപ്പം ചേർന്നത് ശ്രീ നമ്പി നാരായണൻ. വളരെയധികം നന്ദി സാർ. ഏറ്റവും വിദഗ്ധമായ അഭിപ്രായങ്ങൾ, ഏറ്റവും ക്ലിനിക്കലായി, ഏറ്റവും കൃത്യതയുടെ അങ്ങയുടെ സ്ഥിരം ശൈലിയിൽ ഏറ്റവും ഫ്രാങ്കായി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചതിന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും വലിയ കുതിപ്പിന് തയ്യാറെടുക്കുന്ന ഇസ്രോയ്ക്ക് ഒരിക്കൽ കൂടി ആശംസകൾ. നാളെ രാവിലെ 6:23 ലോഞ്ച്, ഇസ്രോയുടെ 100ാം വിക്ഷേപണം തത്സമയം ഉണ്ടാവും ജനം ടി വിയിൽ. മുടങ്ങാതെ മടിക്കാതെ മടങ്ങി വരിക. പുലർച്ചെ 6 മുതൽ പ്രത്യേക വാർത്താ സംപ്രേഷണം ഉണ്ടാകും. 6:23 ചരിത്ര ദൗത്യം 100ാം വിക്ഷേപണം ജനം ടി വിയിൽ തത്സമയം ഉണ്ടാകും. ശതശത വന്ദനം. നമസ്തേ.